യുദ്ധം അയവില്ലാതെ ഇറാനും അമേരിക്കയും തമ്മിൽ തുടരുമ്പോൾ മറ്റൊരു സ്ഥലത്ത് വേറൊരു യുദ്ധത്തിന് കോപ്പുകൂട്ടുകയാണ്. പറഞ്ഞു വരുന്നത് ഉത്തര കൊറിയയെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഉത്തര കൊറിയ 12ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു. സാധാരണഗതിയിൽ ഉത്തര കൊറിയ മിസൈലുകൾ വിക്ഷേപിക്കുന്നത് വലിയ വാർത്തയാകുന്നു. പക്ഷേ ഇത്തവണത്തെ വാർത്തയ്ക്ക് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. ജപ്പാന്റെ തീരങ്ങളിലാണ് ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങളും മറ്റും പതിച്ചത്. ഇതോടുകൂടി ജപ്പാൻ യുദ്ധത്തിനായി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് ജപ്പാൻ പ്രധാനമന്ത്രി സനെ തക്കാച്ചി പറയുന്നത്. അവർ പറയുന്നത് ഞങ്ങളും അമേരിക്കയും ദക്ഷിണ കൊറിയയുമായിട്ട് ഇതിന്റെ ഒരു ഏകോപനം നടപ്പാക്കി വരികയാണ്. ജനങ്ങൾക്ക് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യം പൂർണ്ണമായി ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ജപ്പാൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ US-ഉം ചൈനയും തമ്മിൽ കൊമ്പുകോർക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത്തരത്തിൽ അതിനിടയിൽ ഉത്തര കൊറിയയെ കൊണ്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തിപ്പിച്ച് അമേരിക്കയെ ശ്രദ്ധ ഇങ്ങോട്ട് മാറ്റുക, ഇല്ല അമേരിക്ക കൂടുതൽ കുഴപ്പത്തിലേക്കാക്കാനുള്ള ശ്രമമായിട്ടും ഇതിനെ വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിനിടയിൽ ഉത്തര കൊറിയ പോലൊരു രാജ്യം അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കുമെതിരെ ഒരു യുദ്ധകാഹളം മുഴക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ അമേരിക്കയുടെ സ്ട്രെങ്ത് കുറച്ചൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റേണ്ടി വരും. അങ്ങനെയെങ്കിൽ അമേരിക്കയെ കുറച്ച് ബുദ്ധിമുട്ടിലാഴ്ത്താൻ ചൈന നടത്തിയ ശ്രമമായും ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഏതായാലും മിസൈൽ മഴയുടെ പിന്നാലെ യുദ്ധത്തിന് സർവ്വസജ്ജമാണെന്ന് ജപ്പാൻ അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.